ഇന്ന് സന്ധ്യാനാമങ്ങളെല്ലാം തന്നെ വളരെ ചുരുങ്ങി പോയിട്ടുണ്ട്. സന്ധ്യാനാമങ്ങൾ സന്ധ്യാസമയത്ത് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. 12 മാസങ്ങൾ, 27 നക്ഷത്രങ്ങൾ എന്നിങ്ങനെ കുറേ ഇൻഫർമേഷൻ നമുക്ക് അന്ന് തന്നെ ലഭിച്ചിരുന്നു. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. 12 രാശികൾ, 9 ഗ്രഹങ്ങൾ, 27 നക്ഷത്രങ്ങൾ. ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസ്. സാധാരണക്കാർക്ക് അറിഞ്ഞൂടാത്തവർക്കായിക്കൊണ്ട് പറയുകയാണ് 12 മാസങ്ങൾ: മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇത് കൊച്ചു കുട്ടികളെ ദയവ് ചെയ്ത് പഠിപ്പിക്കുക. അവരവരുടെ നക്ഷത്രം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്ന മാസത്തിൽ ഇന്ന നക്ഷത്രം എന്നതാവണം റെഫറൻസ് പോയിൻ്റ്. അതായത് മേടമാസത്തിലെ അനിഴം നക്ഷത്രമാണ് എൻ്റെ പിറന്നാൾ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മീനമാസത്തിലെ ഉത്രട്ടാതിയാണ് എൻ്റെ ജന്മനക്ഷത്രം. കേരളത്തിൽ ഒട്ടുമുക്കാലും ഇതൊന്ന് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രാക്ടീസാണ്, ഒരു ശീലമാണ്. പക്ഷേ അതോടൊപ്പം 27 നക്ഷത്രങ്ങളെ ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് 27 നക്ഷത്രങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ആലോചിക്കും ഓരോ കുട്ടികളും. കാരണം 27 നക്ഷത്രങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ ഇന്നലെ ഒരു യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടല്ലോ, ഈ 27 മാത്രം എന്താണ് പ്രാധാന്യം? 27 നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ജ്യോതിശാസ്ത്രം സ്വീകരിച്ചത്. നല്ലതിനെ സ്വീകരിച്ചു, ആവശ്യമുള്ളതിനെ സ്വീകരിച്ചു, ഇല്ലാത്തതിനെ തള്ളി. നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, യുറാനസ് ഇതിനെയൊക്കെ തള്ളിവെച്ചു. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഇന്ന് ജ്യോതിഷത്തിൻ്റെ പുതിയ സോഫ്റ്റ്വെയറൊക്കെ ഇറങ്ങുമ്പം അതിൽ യുറാനസൊക്കെ എഴുതി വെച്ച് വരും തലമുറയെ വഴിതെറ്റിച്ച് വിടുകയാണ്. യുറാനസിൻ്റെ ഫലം എങ്ങനെ പറയുക? ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലില്ല. പ്ലൂട്ടോയുടെ ഫലം എങ്ങനെ പറയുക? ഇനിയിപ്പോൾ പ്ലൂട്ടോ ഗ്രഹമല്ല എന്ന് ഇന്ന് എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നെപ്റ്റ്യൂണിൻ്റെ ഫലം എങ്ങനെ പറയുക? ഇല്ല. അപ്പോൾ ഇല്ലാത്തത് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജ്യോതിശാസ്ത്രത്തിൽ 27 നക്ഷത്രങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക മുതലായ കുട്ടികളെ ദയവ് ചെയ്ത് പഠിപ്പിക്കുക. 27 നക്ഷത്രങ്ങൾ, 12 രാശികൾ, 12 മാസങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഏവരും അറിഞ്ഞിരിക്കണം. അവരവരുടെ ജന്മനക്ഷത്രം ഏത് മാസത്തിലാണെന്നറിയണം. അതിനനുസരിച്ചാവണം പിറന്നാൾ ആഘോഷം. എന്താണ് അതിൻ്റെ ബേസ്? അതും കൂടി ചിന്തിച്ചിട്ട് പോവാം. ഉദാഹരണം, ഇന്ന് 20 ഏപ്രിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. 20 ഏപ്രിൽ 2025 ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ രാവിലെ ഉത്രാടം നക്ഷത്രം, ഏർലി മോർണിംഗ് ആണെങ്കിൽ പൂരാടം നക്ഷത്രം അല്ലെങ്കിൽ ഉത്രാടം നക്ഷത്രം. നമുക്കിന്ന് ഉത്രാടം നക്ഷത്രം ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു കുട്ടി ജനിച്ചു, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കേണ്ടത് മേടമാസത്തിൽ ഉത്രാടം നക്ഷത്ര ദിവസമാണ് എന്നുള്ളത്. എന്തുകൊണ്ട് 20 ഏപ്രിൽ നമുക്ക് ആഘോഷിച്ചുകൂടാ എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യമുണ്ട്. 29 ഫെബ്രുവരിക്ക് അറിയാതെ ഒരാൾ ജനിച്ചുപോയി. 29 ഫെബ്രുവരിക്ക് ഒരാൾ അറിയാതെ ജനിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ 4 കൊല്ലത്തിൽ ഒരിക്കലേ വരുള്ളൂ. കാരണം കലണ്ടറിൽ ആ ദിവസമില്ല. പാവം, നമ്മൾ ഡിസ്ക്രിമിനേഷൻ ആണോ ചെയ്യുന്നത്? പക്ഷേ കുംഭമാസം പൂരം നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും കുംഭമാസം പൂരം നക്ഷത്രം ഉണ്ടാകും. അതിൽ യാതൊരു മാറ്റമില്ല. കാരണം ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനം ചന്ദ്രനാണ്, മാസത്തിൻ്റെ അടിസ്ഥാനം സൂര്യനാണ്. അപ്പോൾ അവിടെ വിവേചനമില്ല, ഒന്നുമില്ല. അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ബേസിസിലാണ് നാം പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഭൂമി ചന്ദ്രനോടൊപ്പം സൂര്യനെ വലം വെച്ച് ചന്ദ്രൻ അതേ സ്പോട്ടിലെത്തുമ്പോൾ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നു, ഒരു വർഷം എന്ന് ആഘോഷിക്കുന്നു. അതിൽ ഒരു ഫാക്റ്റ് ഉണ്ട്, ഒരു ലോജിക്കുണ്ട്.
ഇനി ഗ്രിഗറിയൻ കലണ്ടർ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ആ 29 ഫെബ്രുവരിക്ക് ആൻസർ പറയേണ്ടി വരും. അതിനിപ്പോൾ നമ്മൾ കണ്ണടക്കിയാണെന്ന് വെക്കാം. അങ്ങനെ കാരണം നമ്മൾ പറഞ്ഞ് തീയതി മുഴുവനും നമ്മുടെ മണ്ടയ്ക്കകത്ത് ഇരിക്കുന്നതെല്ലാം 20 ഏപ്രിൽ അല്ലെങ്കിൽ കാരണം അതിൻ്റെ റെഫറൻസ് പോയിൻ്റ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതെല്ലാം തന്നെ ഇംഗ്ലീഷ് ഡേറ്റിലാണ്. തെറ്റൊന്നുമില്ല, അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ശാസ്ത്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ലോജിക്ക്, ഇതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ഏവരും ചിന്തിക്കുക. അതും കൂടി ചേർത്ത് ഫോളോ ചെയ്യുന്നത് അഭികാമ്യമാകുന്നു. തിരിച്ച് ഇതിലേക്ക് വരാം. 27 നക്ഷത്രങ്ങൾ നാം കുട്ടികളെ പഠിപ്പിക്കണം. 12 രാശികൾ, 12 മാസം, അതും കുട്ടികളെ പഠിപ്പിക്കുക. ഇനി ഗ്രഹത്തിലേക്ക് വരാം. 9 ഗ്രഹങ്ങളെയാണ്. അപ്പം ഗ്രഹം താരാഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രഹം താരാഗ്രഹം വളരെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം താരാഗ്രഹം ഏവർക്കും അറിയാം, നക്ഷത്രം താരം എന്നൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ജ്യോതിശാസ്ത്രത്തിലുള്ളത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങളെ നാം പൂജിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വിവേചനമില്ലാതെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ശാസ്ത്രത്തിലുണ്ട്. ജീവനുള്ളതും ഇല്ലാത്തതും സകലതിനെയും ബ്രഹ്മമായി കരുതി തന്നെ ആരാധിച്ചു ഭാരതീയർ. അപ്പോൾ ഇവിടെ ഗ്രഹം എന്ന വാക്ക് ഗ്രസിക്കുക, ബാധിക്കുക, ഗ്രഹബാധിത്വം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ കാണുന്ന പ്രതിഷ്ഠ ഈ ഗോളങ്ങളെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം തന്നെ ഗോളമാണല്ലോ, സൂര്യനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഗോളമാണല്ലോ. ഇപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് ഒരു ഗ്രഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, സൂര്യനെ ചുറ്റുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനെയാണോ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയും, ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്ന ഒരു വിഷയം. അപ്പോൾ ഗ്രഹം ഉദാഹരണത്തിന് സൂര്യൻ എന്നെടുക്കുകയാണെന്നിരിക്കട്ടെ. സൂര്യനെ നമുക്ക് കാണാം, നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ഗോളമാണ്, രവിയാണ്. നമ്മുടെ ഒരു ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രവി എന്ന് പറയും. രാവയതീതി രവി. അപ്പോൾ ആ സൂര്യൻ ആദിത്യനാണ് ഗ്രഹദേവത. അപ്പോൾ നവഗ്രഹ ഹോമം ചെയ്യുമ്പോൾ ആദിത്യദേവനെയാണ് അവിടെ പൂജിക്കുന്നത്. ആദിത്യദേവനാണ് ഹോമിക്കുന്നത്. അധിദേവത ശിവനാണ്, പ്രത്യധിദേവത അഗ്നിയാണ്. അപ്പോൾ ഒരു 4 വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ സൂര്യൻ, ഈ കാണുന്ന ഗോളം, അത് ഗ്രഹം. ഗ്രഹദേവത എന്ന് പറയുന്നത് ആദിത്യൻ, അധിദേവത എന്ന് പറയുന്നത് ശിവൻ, പ്രത്യധിദേവത എന്ന് പറയുന്നത് അഗ്നി. അപ്പോൾ ഈ 4 വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇനി നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ഗ്രഹം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് നവഗ്രഹ ദേവത. അപ്പം നവഗ്രഹ ദേവതകളെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളിവിടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ചന്ദ്രനെയോ സൂര്യനെയോ അല്ല. അവിടെ ഗ്രഹദേവതയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏവരും മനസ്സിലാക്കുക, ഇനി ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്നീ ചെറിയ 2-3 വാക്കുകൾ കൂടി നമ്മൾ പഠിക്കണം. കുട്ടികൾക്കും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പറയാനായിട്ട് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാകും. കാരണം ഇന്നത്തെ പാഠ്യപദ്ധതിയിലെല്ലാം തന്നെ ഈ നമ്മുടെ സംസ്കാരത്തിലുള്ളതെല്ലാം തന്നെ പോയി കഴിഞ്ഞു. കുറച്ചെങ്കിലും നമുക്ക് ഇനി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവരുടെ ഉള്ളിൽ ഇതൊരു ശരിയായ രീതിയാണ്, ജീവിത രീതിയാണ്. കാരണം ഹിന്ദു സംസ്കാരം എന്നുള്ളത് ഒരു റിലീജിയൻ, ഒരു മതമൊന്നുമല്ല, ഒരു ജീവിത രീതിയാണ്. എല്ലാ ജീവിത രീതിയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സെൽഫ് റിയലൈസേഷൻ എന്ന പാത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് നമ്മുടെ ജീവിത രീതി, സനാതനധർമ്മം. അതുകൊണ്ട് ഇത് ഏവരെയും
എല്ലാ കുട്ടികളെയും ശീലിപ്പിക്കുക. ഏവരും ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോകുവാനായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.